ഓക്കെ, റെക്കോർഡിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 1, ഫാർമസി. ഓക്കെ, ഫാർമസി. എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ, ഫാർമസി. എന്താണ് ഫാർമസി? എന്താണ് ഫാർമസി? മരുന്നുകള് വിതരണം ചെയ്യുന്നൊരു സ്ഥലം അല്ലെ, അതാണ് എന്താ ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ, അതെ, മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാർമസി. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഫാർമസിയെ കുറിച്ച് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞല്ലോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതിനകത്ത് നിങ്ങൾ ഒരു 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും നിങ്ങൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫാർമസി അതിനകത്ത് വരുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത് അല്ലെ. ഒരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. ഈ ഫാർമസി എന്താണെന്നും ഫാർമസിസ്റ്റ് ആരാണ്, പിന്നെ ഒരു ഫാർമസിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു ഫാർമസിയിൽ നടക്കുന്നത്. ഒരു ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ ഇവിടുത്തെ സ്റ്റാഫിങ് എങ്ങനെയാണ്, ഫാർമസിയിൽ സ്റ്റാഫിങ്, അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഫ്ലോ ചാർട്ട് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഫാർമസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റോറേജ്, എങ്ങനെയാണ് നമ്മൾ അവിടെ ഓരോ മെഡിസിൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എല്ലാം ഒരുപോലെയല്ല സ്റ്റോർ ചെയ്ത് വെക്കുക, എല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത് പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഫാർമസി എന്താണെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. എന്താണ് ഫാർമസി? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് വായിക്കാം. ഒരു പോയിന്റ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എമംഗ് സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, ഹോസ്പിറ്റലില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉള്ളതില് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാർമസി അല്ലെ. നിങ്ങൾ പഠിച്ചില്ലേ ഡിപ്പാർട്ട്മെന്റ്സ്, എന്തുമാത്രം ഡിപ്പാർട്ട്മെന്റ്സുകൾ നിങ്ങൾ പഠിച്ചല്ലേ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും. ഒരു മിനിറ്റ്, ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞ പോയിന്റ് ഇതാണ്: ഹോസ്പിറ്റലിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളതില് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാർമസി. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്താണ് എന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. Hospital pharmacy is defined as that department of the hospital which handles the procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. വലിയൊരു സെന്റൻസ് ആണ് അല്ലെ. എന്താണ് പറയുന്നത്, മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ്. എന്താണ് വേർഡ് മീനിങ്? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സംഭരണം അല്ലെ, സ്റ്റോറേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, സംഭരണം. ഓക്കെ, അത് തന്നെയാണ് വീണ്ടും സ്റ്റോറേജ് എന്ന് പറഞ്ഞവർ കൊടുത്തേക്കുന്നത്, സെയിം മീനിങ് തന്നെയാണ്. പിന്നെ കോമ്പൗണ്ടിങ്. എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, മിശ്രിതം എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ഇവിടെ കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മിക്സിംഗ്, ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിങ് എ ഡ്രഗ്. അതാണ് ഞാൻ പറഞ്ഞത്, മിക്സിംഗ്, ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിങ് എ ഡ്രഗ്. നമ്മളൊരു ഡ്രഗ് അല്ലെ, ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, പല കണ്ടന്റുകൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെഡിസിൻസ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിന് കൃത്യമായിട്ട് മിക്സ് ചെയ്ത് ആൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ ചില കണ്ടന്റുകൾ നമ്മൾ കൂട്ടിയും കുറച്ചും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്, ആൾട്ടർ ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചിലതിൽ ചില കണ്ടന്റ് കൂടുതൽ ഇടണം, മറ്റു ചിലതിൽ വേറെ കണ്ടന്റുകളായിരിക്കും കൂടുതൽ ഇടേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ആൾട്ടർ ചെയ്തുകൊണ്ട്
പ്രിപ്പയറിങ് എ ഡ്രഗ്. നമ്മളൊരു മെഡിസിൻ അവിടെ എന്ത് ചെയ്യാണ്, തയ്യാറാക്കി എടുക്കാണ്. അതാണ് അവിടെ കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? പ്രിപ്പയറിങ്, ആൾട്ടറിങ്, മിക്സിംഗ്, പ്രിപ്പയറിങ്, ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിങ് എ ഡ്രഗ്. ദാറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ടിങ്. ഓക്കെ. പിന്നെന്താണ് ഡിസ്പെൻസിങ്? ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വിതരണം ചെയ്യാനുള്ള അർത്ഥമാണ് അല്ലെ. പിന്നെന്താണ് മാനുഫാക്ചറിങ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ചില മരുന്നുകൾ അവിടെ തന്നെ എന്ത് ചെയ്യും, നമ്മള് മാനുഫാക്ചർ ചെയ്യും അല്ലെ. മറ്റു ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യും, വാങ്ങിക്കും. ഓക്കെ. അപ്പൊ നോക്കാം, മാനുഫാക്ചറിങ്. പിന്നെന്താണ് ടെസ്റ്റിംഗ്? ടെസ്റ്റിംഗ് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു മെഡിസിൻ നമ്മൾ പർച്ചേസ് ചെയ്താണ്, വാങ്ങിയാലും നമ്മൾ മാനുഫാക്ചർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൃത്യമായിട്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കും. വെറുതെ നമ്മൾ അത് ആളുകൾക്ക് എടുത്ത് വിതരണം ചെയ്യോ? ഇല്ല. അതിന് നമ്മൾ കുറെ ക്വാളിറ്റി ടെസ്റ്റിങ്ങുകളൊക്കെ നമ്മൾ നടത്തും. ഓക്കെ. പിന്നെന്താണ് പാക്കേജിങ്? അവസാനം ടെസ്റ്റിംഗ് ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യാണ്, മരുന്നുകൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. അവസാനം നമ്മൾ എന്ത് ചെയ്യണത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ്, സംഭരണം അല്ലെ. അതേ അർത്ഥം തന്നെയാണ് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് വെച്ചാൽ സംഭരണം, സെയിം മീനിങ് ആണ് കേട്ടോ. കോമ്പൗണ്ടിങ് എന്താണ് ഞാൻ പറഞ്ഞത്? അതായത് കണ്ടന്റുകളൊക്കെ മിക്സ് ചെയ്ത് അതിൽ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ വരുത്തി നമ്മൾ പ്രിപ്പയറിങ് എ ഡ്രഗ് അല്ലെ, ഒരു മരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ. മിക്സിംഗ്, പിന്നെന്താണ് ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിങ് എ ഡ്രഗ്. അതാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ഡിസ്പെൻസിങ് അല്ലെ, വിതരണം ചെയ്യുന്നു. മാനുഫാക്ചറിങ് അല്ലെ, ചില മരുന്നുകൾ നമ്മൾ നിർമ്മിക്കും. ഓക്കെ, നിർമ്മിക്കുന്നു, നിർമ്മാണം. പിന്നെന്താണ് ടെസ്റ്റിങ്ങുകൾ അല്ലെ, നമ്മൾ നിർമ്മിച്ചതായിക്കോട്ടെ, പർച്ചേസ് ചെയ്തതായിക്കോട്ടെ, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കും അല്ലെ. വിധേയമാക്കിയിട്ട് പിന്നെന്താണ് പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യുന്നു, അതിന് നമ്മൾ ആളുകളിലേക്ക് വിതരണം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാർമസി. നമ്മൾ പൊതുവെ ഫാർമസി എന്താന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയാ, മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം. പക്ഷെ അത് മാത്രമല്ല അവിടെ നടക്കുന്നത് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഡെഫിനിഷനുകൾ പഠിച്ചു വെക്കുക കേട്ടോ. Hospital pharmacy is defined as that department of the hospital which handles the procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. Clear ആയല്ലോ? ഓക്കെ. ഇനി തേർഡ് പോയിന്റ് ഇതാണ് പറയുന്നത്. It is also related to education and research in ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. അപ്പൊ നമ്മള് മരുന്നുകളുടെ സംഭരണം, വിതരണം, സ്റ്റോറേജ് അതൊക്കെ നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, ഈ ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ടും എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? നമുക്കറിയാം ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കോഴ്സുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ബി ഫാം ഉണ്ട്, ഡി ഫാം ഉണ്ട്, ഫാം ഡി കോഴ്സുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസമായിട്ടും അതുപോലെ ഗവേഷണവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കും ഏത് മേഖല, ഫാർമസി. അപ്പൊ വെറും മരുന്നുകളുടെ സംഭരണം, വിതരണം മാത്രമല്ല, അത് എഡ്യൂക്കേഷനും റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ബാക്കിൽ ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കോവിഡ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ത്യക്കാര് ഉണ്ടാക്കിയെടുത്തൊരു മരുന്നുണ്ട് അല്ലെ, അതാണ് കോവിഷീൽഡ് എന്നുള്ളത് അല്ലെ. അതൊക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പൊ പല റിസർച്ച് പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ അങ്ങനെ പുതിയ പല മരുന്നുകളെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു മേഖലയുമായിട്ടും ആർക്ക് ബന്ധമുണ്ട്, ഫാർമസിക്ക് ബന്ധമുണ്ട്. ഓക്കെ. പിന്നെന്താണ്, എ ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ എ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. ഒരു ഫാർമസി ആരായിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവുക, ആരായിരിക്കും ഗവേൺ ചെയ്യുന്നുണ്ടാവുക? യെസ്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എന്താ പറയാ, ഒരു ഫാർമസിസ്റ്റ് അല്ലെ. ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഒരു ഫാർമസിനെ കൺട്രോള് ചെയ്യുന്നത്. നമുക്കറിയാലോ. ഓക്കെ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡയറ്റീഷ്യനെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എന്തുപോലെ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി നോക്കാം, ഇനി ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളെ പറ്റിയാണ് ഇനി അടുത്തൊരു സെന്റൻസിൽ അവര് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിംഗ് and security of drugs and medicines
in hospitals. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ. എന്താണ് അക്കൗണ്ടബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റെസ്പോൺസിബിൾ അല്ലെ, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ മരുന്നുകൾ അല്ലെ, ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ്, അതിന്റെ സ്റ്റോറിങ് അല്ലെ, അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക, അതിന്റെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം അല്ലെ, അതുപോലെ തന്നെ ക്വാളിറ്റി ടെസ്റ്റിംഗ്, മരുന്നുകളുടെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഓർഡറിങ് അല്ലെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതെന്ത് ചെയ്യണം, നമുക്ക് ഒരിക്കലും ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാനായിട്ട് പാടില്ല അല്ലെ, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല, ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല. അപ്പൊ അതേ രീതിയിൽ വേണം നമ്മൾ മരുന്നുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ എന്താണ് അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ മരുന്നുകൾ, ആ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ മരുന്നുകൾ ഓർഡർ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനാണ് ആര്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദേ മസ്റ്റ് ആൾസോ മേക്ക് ഷുവർ an adequate supply of medicine. എന്താണ് ആഡിക്വേറ്റ് എന്ന് പറഞ്ഞാല്? ആവശ്യത്തിനനുസരിച്ച് അല്ലെ. അത് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലില് മെഡിസിനുകളുടെ വിതരണം ആവശ്യമായ രീതിയിൽ കേട്ടോ, ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻ, അത്യാവശ്യം വേണ്ട രീതിയിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തം തന്നെയാണ്? ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് ഫാർമസി എന്ന് നമ്മൾ മനസ്സിലാക്കി, ഫാർമസിസ്റ്റ് ആണെന്നുള്ളതും മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഫാർമസി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞാല് മരുന്നുകളുടെ സംഭരണം, അതുപോലെ തന്നെ എന്താണ് കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, നിർമ്മാണം, ടെസ്റ്റിങ്, പിന്നെ വിതരണം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. ഇനി അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഫാർമസി? അല്ല, ഫാർമസി എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് അല്ലെ. പിന്നെ മാത്രമല്ല, ഒരു ഫാർമസി എന്ന് പറയുന്നത് ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക? ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഫാർമസിയിലെ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ എന്തൊക്കെ റോളുകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിനോട് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ സ്റ്റോറിങ്, അതിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റിങ്ങുകൾ, പിന്നെ അതിന്റെ ആവശ്യമായ മരുന്നുകൾ ഓർഡർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, ഹോസ്പിറ്റലിന് ആവശ്യത്തിനനുസരിച്ച് മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുന്നതും ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെയാണോ അത്രയും പറഞ്ഞത്? ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയും 4 പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് പറയാണ്, ജസ്റ്റ് ഒന്ന് പറയാണ്, ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പലവർക്കും തോന്നും ഡ്രഗ്സ് എന്ന് പറയുന്നതും മെഡിസിൻസ് രണ്ടും ഒന്ന് തന്നെയല്ലേ, പിന്നെ എന്തിനാണ് ഒറ്റ വേർഡ് ഉപയോഗിച്ചാൽ പോലെ എന്നൊരു തോന്നല് വരാം. ജസ്റ്റ് ഒരു അറിവിലേക്ക് പറയാണ്, ഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടി ഒരു ബ്രോഡർ സെൻസിലാണ് കേട്ടോ പറയുന്നത്. ഡ്രഗ് നമ്മൾ അല്ലാണ്ട് ഡ്രഗ് പറയും അല്ലെ, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ഡ്രഗ് അഡിക്ഷൻ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഡ്രഗ് ആണ് അല്ലെ. ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡർ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതായത് ശരിക്കും ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്റ്റൻസ് ആവും, എനി സബ്സ്റ്റൻസ് ആവാം. എന്ത് സബ്സ്റ്റൻസും നമ്മുടെ ശരീരത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ നോർമൽ ബോഡി ഫംഗ്ഷനെ ആൾട്ടർ ചെയ്യുന്ന, മാറ്റം വരുത്തുന്ന എന്ത് സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ഡ്രഗ് എന്ന് പറയാം. ഓക്കെ, അതെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമുണ്ട്, അതിന് നെഗറ്റീവ് ആയിട്ടുള്ള വശമുണ്ട്. ഓക്കെ, അതേസമയം നമ്മൾ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിന് മാത്രമാണ് നമ്മൾ പറയുന്നത്. മെഡിസിൻ അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതിനെ ക്യൂർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ആ ഒരു സെൻസിലാണ് നമ്മൾ മെഡിസിൻ എന്ന് പറയുന്നത്, മരുന്ന് എന്ന് പറയുന്നത്. പക്ഷെ ഡ്രഗ് എന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ പറഞ്ഞാൽ എന്ത് സബ്സ്റ്റൻസും ആവാം, നമ്മുടെ ശരീരത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബോഡി ഫംഗ്ഷൻ ആൾട്ടർ ചെയ്യുന്ന എന്തും നമുക്ക് ഡ്രഗ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ പക്ഷെ നമ്മൾ ഫാർമസി പഠിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇവിടെ ഡ്രഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് സൈഡ് ഓഫ് മെഡിസിൻ തന്നെയാണ്. പക്ഷെ അല്ലാണ്ട് നമ്മൾ ഡ്രഗ് ഉപയോഗിക്കാന്ന് പറയാറുണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ കാര്യങ്ങള്? ഇനി നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിയാണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ
ഫംഗ്ഷനുകൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു ഫാർമസിക്കകത്ത് നടക്കുന്നത്? അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്താണ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്? പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ പോയിന്റുകൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്താണ്? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർകാസ്റ്റിംഗ്, നമ്മൾ പൊതുവെ കാലാവസ്ഥയൊക്കെ പറയുമ്പോൾ ഒരു വാക്കാണ് ഫോർകാസ്റ്റിംഗ് അല്ലെ. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഡിക്ഷൻ ആണ് അല്ലെ, പ്രവചനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡിനെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരിക്കണം. അതിപ്പോ ഹോസ്പിറ്റലിന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏത് ഓർഗനൈസേഷൻ, ഏതൊരു ബിസിനസ്, നമ്മൾ എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും എന്ത് അത്യാവശ്യമാണ്? ഫോർകാസ്റ്റ് അത്യാവശ്യമാണ് അല്ലെ. നമുക്ക് ആ ഒരു ഡിമാൻഡ്, ഇപ്പൊ ഒരു പ്രോഡക്റ്റ്, ഓക്കെ, ഒരു പ്രോഡക്റ്റ് എത്രത്തോളം അളവിൽ നമ്മൾ ഉത്പാദിപ്പിക്കണം, ഓക്കെ, എത്രത്തോളം അളവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അവരുടെ സേവനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എത്ര അളവിൽ നമ്മളൊരു പ്രോഡക്റ്റ് എന്താ പറയാ നിർമ്മിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ കാര്യമാണ്, അതിനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ, ഒരു പ്രവചനം. അതാണ് ഫോർകാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് ആണ് അല്ലെ. അപ്പൊ മരുന്നുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്ന. ഫാർമസി വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഫാർമസിയിലെ ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെഡിസിൻ, ആ മെഡിസിന് എത്രത്തോളം ആവശ്യകതയുണ്ട്. ഇപ്പൊ പാരസിറ്റാമോൾ എടുക്കുകയാണെങ്കിൽ പാരസിറ്റാമോൾ ചിലപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉള്ളൊരു എന്താ പറയാ ഒത്തിരി അല്ലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് സാധാരണ കുറയുന്ന അളവിൽ നമ്മൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവുന്നില്ല, എന്നാലും ഞാൻ പറയാണ്. പൊതുവെ നമ്മൾ പാരസിറ്റാമോൾ എന്ന് പറയുന്ന മരുന്ന് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്, മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത്യാവശ്യം നല്ല അളവിൽ വേണം നമ്മൾ ഉത്പാദിപ്പിക്കാനായിട്ട്. ശരിയാണല്ലോ. അപ്പൊ അത്തരത്തില് ഡിമാൻഡ് അനുസരിച്ച് കൊണ്ട് നമ്മൾ എത്ര അളവിലൊരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പ്രഡിക്ഷന്റെ പുറത്താണ് അവിടെ ഫാർമസിയില് എല്ലാ കാര്യങ്ങളും അവരൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഫംഗ്ഷൻ ആണത്. അതിനകത്ത് എന്താണ്? പ്രൊവിഷനിങ് വരുന്നുണ്ട്. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യവസ്ഥ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഫാർമസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായിട്ടുള്ള അളവില്, പ്രത്യേകിച്ച് അവരുടെ എന്താ പറയാ നീഡ്സുകള് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ലഭ്യമാക്കുന്നതിനുള്ള കുറെ നടപടിക്രമങ്ങളാണ്. ഓക്കെ, അതാണ് ഇവിടെ പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള അളവില് ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ആർക്ക് ലഭിക്കണം? പേഷ്യൻസിന് ലഭിക്കണം. അതും അവരുടെ ആവശ്യകതകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ലഭ്യമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ നടപടിക്രമങ്ങളെയാണ് നമ്മളിവിടെ പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കുഞ്ഞി പറയുന്നത്? 5 റൈറ്റോ? എനിക്ക് മനസ്സിലായില്ല. എന്താണ്? ഓക്കെ, പ്രൊവിഷനിങ്. പിന്നെന്താണ്? പർച്ചേസിങ് അല്ലെ. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുക അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ ചില മരുന്നുകൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യും, മറ്റു ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുക അല്ലെ, വാങ്ങുകയാണ് ചെയ്യുക. അപ്പൊ പർച്ചേസിങ് അവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. റിസീവിങ്, സ്വീകരിക്കാന്നുള്ളതും അവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെന്താണ്? ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്താണ്? പരിശോധനയാണ് അല്ലെ, പരിശോധനയുണ്ട്. പിന്നെന്താണ്? ക്വാളിറ്റി ടെസ്റ്റ് അല്ലെ, വരുന്ന മരുന്നുകളുടെ ക്വാളിറ്റി നമ്മൾ ഉറപ്പാക്കണം അല്ലെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അത്രയും ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെന്താണ്? സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റോർ ചെയ്യുക, വിതരണം ചെയ്യുക. ഇതൊക്കെ ആരുടെ ഫങ്ഷൻസ് ആണ്? ഒരു ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. മനസ്സിലായോ? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ആ ഡിമാൻഡിനനുസരിച്ച് എത്രത്തോളം അളവിൽ നമ്മൾ മരുന്നുകൾ ഉത്പാദിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു പ്രഡിക്ഷൻ, ഒരു പ്രവചനം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് ശരിയായ അളവില് ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതും അതാണ് പ്രൊവിഷനിങ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, കറക്റ്റ് കേട്ടോ. അതാണല്ലേ റൈറ്റ് പേഷ്യന്റ്, റൈറ്റ് ടൈം, റൈറ്റ് ഫ്രൂട്ട്, റൈറ്റ് റിസോർട്ട്. അതാണ് 5 കാര്യങ്ങൾ അല്ലെ. ഓക്കെ, അപ്പൊ പ്രൊവിഷനിങ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അറിയാലോ, പർച്ചേസിങ്, റിസീവിങ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് അല്ലെ. എന്നുവെച്ചാൽ എന്താണ്? സെലക്ഷൻ ഓഫ് റിലയബിൾ സപ്ലയേഴ്സ് അല്ലെ. വളരെ വിശ്വാസ്യതയുള്ള സപ്ലയേഴ്സിനെ നമ്മൾ
സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ പല മരുന്നുകളും മറ്റുള്ള സപ്ലൈസിനായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, വിശ്വാസ്യതയുള്ള സപ്ലൈസിന് വേണം, അവനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് തരുന്ന സപ്ലൈസ് എന്ന് പറയുമ്പോൾ ലൈസൻസ്ഡ് ആയിരിക്കുന്ന രജിസ്റ്റേർഡ് സപ്ലൈസ് ആയിരിക്കും അല്ലെ. അവരിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, മരുന്നുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. അതുകൊണ്ട് ശരിയായിട്ടുള്ള, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള വിതരണക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനിൽ പെടുന്നതാണ്, ഫാർമസിയുടെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. ഓക്കെയാണ്, മനസ്സിലായില്ലേ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താണ്, പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ് കേട്ടോ. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്, ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു എസ്റ്റിമേറ്റ് അല്ലെ, ഒരു കണക്ക്, അത് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അത് ഈ പറയുന്ന പോലെ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു പോയിന്റ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള മരുന്നുകൾ എത്രത്തോളം നമുക്കറിയാം. ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്താണ്, അവരുപയോഗിക്കുന്ന മെഡിസിൻസ് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ എപ്പോഴും ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേഷൻ, ഒരു കണക്കും കാര്യങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. അതിനെ കുറിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ഫാർമസിയിൽ അതിനനുസരിച്ച് മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് അതൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ. എന്നാണ് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്. നാലാമത്തെ പോയിന്റ് ഇതാണ്, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. എന്താണ് പറയുന്നത്, നമ്മൾ ഈ മരുന്നുകളുടെ ക്വാളിറ്റി അല്ലെ, അതിന്റെ ഗുണമേന്മ, അതിന്റെ കോസ്റ്റ് അല്ലെ, ചെലവ്, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് അത് സപ്ലൈ ചെയ്യുന്നത്, സപ്ലൈയുടെ ഉറവിടം എവിടെയാണ്, ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ. ചില മരുന്നുകൾക്ക്, ചില മിക്കവാറും ഇംഗ്ലീഷ് മരുന്നുകളാണ്, എല്ലാത്തിനും അതിൻ്റെതായ ചില ചില കുഞ്ഞു കുഞ്ഞു സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഡ്രഗ് റിയാക്ഷൻസ്, അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസുകളെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. മനസ്സിലായോ? അതായത് ഒരു മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ് അല്ലെ, അതിന്റെ ചെലവ്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, പിന്നെ ആ മരുന്നുകളുടെ റിയാക്ഷൻസ്, ഡ്രഗ് റിയാക്ഷൻസ്, ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഫാർമസിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഒന്നും ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്തെങ്കിലും ക്ലിയർ ആവാത്തത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടെ പറയാം, അത് കുഴപ്പമില്ല. ശരി, ഇനി അടുത്തത് കേട്ടോ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ് അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ അല്ലെ, നിർമ്മിക്കുന്നതോ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഇവിടെ നമ്മൾ മെഡിസിൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ക്വാളിറ്റി കൺട്രോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ ക്വാളിറ്റി അല്ലെ, അതിന്റെ ക്വാളിറ്റി, അതിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി അല്ലെ, അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് ആരുടെ ഫംഗ്ഷൻ ആണ്, ഫാർമസിയുടെ ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വാളിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം മരുന്നുകളുടെ ക്വാളിറ്റി നമ്മൾ കൃത്യം, ക്വാളിറ്റി, അതിന്റെ സേഫ്റ്റി അല്ലെ, അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അതാണ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. ഇനി അടുത്തത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ് അല്ലെ. ഹോസ്പിറ്റലുകളില് വാർഡുകളിലേക്കുള്ള മെഡിസിൻസുകൾ വിതരണം ചെയ്യാം. പിന്നെ അടുത്തത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് എന്നാക്കിക്കോളൂ കേട്ടോ. മെഡിസിൻസ് എന്നാക്കിക്കോളൂ, മെഡിക്കാമെന്റ്സ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, കുഴപ്പമില്ല, മെഡിസിൻസ് ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് തിരുത്തിക്കോളൂ കേട്ടോ, മെഡിസിൻ ഇടണേ, മെഡിസിൻസ് ഇടാം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ടു ഔട്ട് പേഷ്യന്റ് അല്ലെ. ഔട്ട് പേഷ്യൻസിനും ഈ പറയുന്ന പോലെ മരുന്നുകളുടെ വിതരണം ചെയ്യുക. ഡോക്ടറെ കാണാനായിട്ട് വന്ന് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി പോകുന്ന ആളുകളുണ്ട് അല്ലെ, അപ്പൊ അവർക്കായിട്ടുള്ള മരുന്നുകളുടെ വിതരണം ചെയ്യാം. അതുകൂടാതെ വാർഡുകളിലേക്ക് എന്ന് പറയുന്നത് അവിടെ പേഷ്യൻസ് ആയിരിക്കും, അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും, അവർക്ക് വേണ്ട മരുന്നുകൾ വിതരണം ചെയ്യാം. പിന്നെ എന്താണ്, ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. അത് ഇങ്ങനെ വായിക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്, അങ്ങനെ വായിക്കാം. അപ്പൊ എന്താണ്,
ഹോസ്പിറ്റലിനെ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെ? മരുന്നുകളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട്, അല്ലെ, ആക്ട് ചെയ്യാന്നുള്ളത് ഒരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മരുന്നുകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ആരുടെ ഉണ്ടായിരിക്കണം? ഫാർമസിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ആര്? ഫാർമസി. കേട്ടോ, ഫാർമസിയുടെ ഫംഗ്ഷൻ ആണിത്. പിന്നെന്താണ്? സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. അതിങ്ങനെ വായിച്ചോളൂ. ആക്ട് ആസ് എ സെന്റർ ഫോർ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, അല്ലെ? മരുന്നുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെ പറ്റി ഒരു പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാനുള്ളതും ഒരു ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? ബ്രിങ് ഇൻ ഈസ് പ്രാക്ടീസ് അല്ല കേട്ടോ, ബ്രിങ് ഇൻ ഇറ്റ് എന്നാക്കിക്കോളൂ കേട്ടോ. ബ്രിങ് ഇൻ ഇറ്റ് പ്രാക്ടീസ്, ഈസ് അല്ല ഇറ്റുന്നുണ്ട് കേട്ടോ. ബ്രിങ് ഇൻ ഇറ്റ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കേട്ടോ. അതായത് ഇനി നമ്മൾ പഠിക്കും, ഈ കമ്മിറ്റിയെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അഥവാ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് DTC എന്ന് പറഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റിയാണ് ഈ ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിന് വേണ്ട പോളിസിയും പ്രൊസീജിയറുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണത്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അഥവാ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയും. അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ എന്താ പറയാ റെക്കമെൻഡേഷൻസ്, ശുപാർശകളെല്ലാം തന്നെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഫാർമസിയുടെ ഫംഗ്ഷനാണ്. അവർ പറയും, അവർക്ക് കുറെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അത് അവര് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ റെക്കമെൻഡേഷൻസ് അനുസരിച്ചുകൊണ്ട് ആ ഫാർമസി എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അത് ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്, അത് പ്രാവർത്തികമാക്കണം. അത് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കേട്ടോ. കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ഫംഗ്ഷനാണ്. പിന്നെന്താണ്? പേഷ്യന്റ് കൗൺസിലിംഗ്, അല്ലെ? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെ? പേഷ്യന്റിന് കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റി, അല്ലെ? അത് എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തെല്ലാം കണ്ടന്റുകൾ ഉണ്ട്, ഇനി അതിന് എന്തെങ്കിലും തരത്തിൽ പാർശ്വഫലങ്ങൾ ഉണ്ടോ, ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടോ എന്നതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു രോഗിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വെറുതെ ചുമ്മാ എഴുതി കൊടുക്കല്ലോ, എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഗ്യാസിന്റെ മരുന്ന് കൂടെ നമുക്ക് തരും, അല്ലെ? കാരണം എന്താ വെച്ചാൽ ചില മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടാവും, ഗ്യാസ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അത് കഴിക്കുമ്പോൾ വരുന്ന ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഗ്യാസ് വരാതിരിക്കാനുള്ള മരുന്ന് ആദ്യം കഴിക്കേണ്ടി വരും, എന്നിട്ട് വേണേ മറ്റുള്ള മരുന്നുകൾ എടുക്കാം. അപ്പൊ അതൊക്കെ ഓരോ ഡ്രഗ് റിയാക്ഷൻസ് ആണ്. അതിനെ പറ്റി, അല്ലെങ്കിൽ ഡ്രഗ് എങ്ങനെ എടുക്കണം, ഇപ്പൊ എടുക്കണം, ഏത് അളവിൽ എടുക്കണം, അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പേഷ്യന്റിന് എന്ത് കൊടുക്കണം? ഒരു അറിവ് നമ്മൾ കൊടുക്കണം. അതാണ് അവിടെ പേഷ്യന്റ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിസോൺ ബന്ധം എന്നാണ് അർത്ഥം കേട്ടോ. ബന്ധം, ഓക്കെ, ബന്ധം, റിലേഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പൊ കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. ഈ പറയുന്ന മെഡിക്കൽ, നഴ്സിംഗ്, മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, രോഗികൾക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അല്ലെ, അവർക്കിടയിൽ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഫാർമസിയുടെ ഫംഗ്ഷനാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം എന്താണ്? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെ? എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ പറയുന്ന രോഗികൾക്കായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, അവർക്കിടയിൽ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്, നല്ലൊരു ബന്ധം നിലനിർത്താന്നുള്ളതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും നമ്മൾ കണ്ട പോയിന്റുകളെല്ലാം ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, അല്ലെ? ഡിമാൻഡിനെ പറ്റിയുള്ള പ്രവചനം, പ്രൊവിഷനിങ്, പർച്ചേസ് ചെയ്യല്, റിസീവ് ചെയ്യല്, പിന്നെ പരിശോധന, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ എന്താണ്? സെലക്ഷൻ ഓഫ് ദ റിലയബിൾ സപ്ലൈസ്, അല്ലെ? വിശ്വാസ്യതയുള്ള സപ്ലൈസിനെ തെരഞ്ഞെടുക്കുക. അതുപോലെ ആവശ്യമുള്ള മരുന്നുകളുടെ ഒരു എസ്റ്റിമേറ്റ്, അല്ലെ, ഒരു കണക്ക് തയ്യാറാക്കുക. അതുപോലെ തന്നെ എന്താണ്? ഓരോ മരുന്നുകളെ പറ്റിയുള്ള അതിന്റെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതോ ആയിട്ടുള്ള മരുന്നുകളുടെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പാക്കുക. വാർഡുകളിലേക്ക് മരുന്ന് വിതരണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് പേഷ്യൻസിനായിട്ടുള്ള മരുന്ന് വിതരണം ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ.
പിന്നെന്താണ് ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ്. അതുപോലെ ഡ്രഗ് യൂട്ടിലൈസേഷൻ പഠനത്തിനായൊരു എന്താ പറയുക കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. പിന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുക, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക മരുന്നുകളെ സംബന്ധിച്ച്. അതുപോലെ ഡോക്ടർമാര്, നഴ്സുമാര്, രോഗികള് അവർക്കിടയിൽ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാം. ആരാണ് പറഞ്ഞത്? സെക്കൻഡ് പോയിന്റ്, സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. ട്രസ്റ്റ് വർത്തി എന്ന് വെച്ചാല് വിശ്വാസ്യതയുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. 8ഉം 9ഉം പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ഇപ്പൊ ക്ലാസ്സില് ശ്രദ്ധിക്കണില്ലേ? ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, എന്നിട്ടും വീണ്ടും ഈ പോയിന്റുകൾ മനസ്സിലാവാതെ വരുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര ടൈം ഇതിൽ പോകുന്നുണ്ടെന്ന് അറിയാമോ? ഓക്കെ, കേട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ബോറടി ആയിരിക്കും കേട്ടോ. സ്വാഭാവികമായിട്ടും കംപ്ലൈന്റ്സ് വരും ഇങ്ങനെ വരുമ്പോൾ. സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയുള്ള വിതരണക്കാരെ തെരഞ്ഞെടുക്കുക കേട്ടോ. അതായത് മരുന്ന് വിതരണം ചെയ്യുന്ന സപ്ലൈസിലെ അവര് വളരെ ലൈസൻസ്ഡ് ആയിട്ടുള്ള, രജിസ്ട്രേഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുന്നത്. അടുത്തത് 8, 9 അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9. 8 എന്താണ്? ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതിങ്ങനെ വായിക്കാം, ആക്ട് എസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലിലെ ഈ മരുന്നുകളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട്, ഓക്കെ, സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. മനസ്സിലായോ? ആ ഡ്രഗിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻഫർമേഷൻസ് അവരുടെ കയ്യിലുണ്ടാവും. ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, മരുന്നുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഓക്കെ, അതിനുള്ളൊരു പഠന കേന്ദ്രമായിട്ട്, ഒരു ഡ്രഗിന്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ ചോദിച്ച ആൾക്കാർക്ക്? ക്ലാസ് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കേട്ടിരിക്കുന്നവർക്ക് ബോറടി ആയിരിക്കും. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ, ലക്ഷ്യങ്ങളാണ് കേട്ടോ. ലക്ഷ്യങ്ങള് അതെന്ന് പറയുമ്പോൾ, ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഏകദേശം അതുമായിട്ട് കണക്ട് ആവുന്ന പോയിന്റുകളാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ അറ്റ് ദ റൈറ്റ് ടൈം in the right dose at the minimum possible cost. Note വായിക്കാണ്, to make sure that the availability of right medication at the right time in the right dose at the minimum possible cost. നമ്മൾ നേരത്തെ ഫംഗ്ഷൻ പറഞ്ഞപ്പോ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ പറഞ്ഞില്ലേ, ആ കാര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഏറ്റവും മിനിമം കോസ്റ്റില്, അതായത് സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവില് ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായ അളവില് ആർക്ക് ലഭ്യമാവണം? രോഗികൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അതാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്? ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് പറഞ്ഞ എന്താണ്? ലക്ഷ്യമാണ് കേട്ടോ. അതായത് സാധ്യമായിട്ടുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ, കാരണം ഏറ്റവും സാധാരണക്കാർക്ക് വരെ അഫോർഡ് ചെയ്യാൻ പറ്റണം, ആ രീതിയിൽ ശരിയായ മരുന്ന് ശരിയായ അളവില് ശരിയായ ഡോസിൽ, അല്ലെ തന്നെയാണ് ശരിയായ അളവില് ശരിയായ സമയത്ത് ആർക്ക് ലഭ്യമാക്കണം? പേഷ്യൻസിന് ലഭ്യമാക്കണം എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, to professionalize the operation of pharmaceutical services in a hospital. To professionalize the operation of pharmaceutical services in a hospital. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ അതിനെല്ലാം തന്നെ ഒരു പ്രൊഫഷണലൈസ് ചെയ്യുക. പ്രൊഫഷണലൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറയും ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയും അത് ഇതിന് ശരിക്കും പ്രൊഫഷണൽ ആണോ എന്നുള്ളത് നമുക്ക് അവരുടെ പെർഫോമൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നതുപോലെ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക, കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താം. അപ്പൊ എന്തുവരും? സ്വാഭാവികമായിട്ട് അതിനകത്തൊരു പ്രൊഫഷണലിസം വരും, അല്ലെ? മരുന്നുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലായാലും, അല്ലെ? അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ
സ്വാഭാവികമായിട്ട് അതിന് നല്ലൊരു പ്രൊഫഷണാലിസം വരും. അതുപോലെ തന്നെ എന്താണ് മരുന്ന് ഇപ്പൊ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ നടത്തുമ്പോൾ അപ്പോഴും എന്താണ് അവിടെ ഒരു പ്രൊഫഷണാലിസം വരികയാണ് അല്ലെ. ആ രീതിയിൽ ഹോസ്പിറ്റലിൽ ഫാർമസ്യൂട്ടിക്കൽസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാം, പ്രൊഫഷണലൈസ് ചെയ്യുക. ഓക്കെ, അത് ഒരു ഫാർമസിയിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ പേഷ്യന്റ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ്, പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്, ടോക്സിസിറ്റി, ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് എക്സെട്ര. എന്താ പറയുന്നത്, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു കൗൺസിലിംഗ് നമ്മൾ പറഞ്ഞ ആ പോയിന്റ് പേഷ്യന്റ് കൗൺസിലിംഗ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അവിടെ പറയുന്നത്. ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കാം. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ മറ്റു സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് അല്ലാട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ആർക്കുള്ള കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, അതുപോലെ നഴ്സുമാര്, പിന്നെ ഈ പറയുന്ന രോഗികൾക്ക് അവർക്ക് ഓരോ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റി അല്ലെ, യൂസ് ഓഫ് ഡ്രഗ്സ്, എങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കണം, അതുപോലെ പോസിബിൾ ആഫ്റ്റർ ഇഫക്റ്റ്, എന്തെല്ലാം സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് അല്ലെ. ഏത് ഇംഗ്ലീഷ് മരുന്ന് എടുത്താൽ അതിന് അതിൻ്റെതായ ചില പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കും, അതിനെപ്പറ്റി, അതുപോലെ തന്നെ അതന്നെ കഴിക്കേണ്ട വിധം, അങ്ങനെയുള്ള കാര്യങ്ങള്. ടോക്സിസിറ്റി അല്ലെ, ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഇപ്പൊ ഒരു മരുന്ന് നമ്മൾ ഓവർഡോസ് ആയി കഴിച്ചു എന്ന് വിചാരിക്കും, അത് നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിക് ആവും. ഓക്കെ, നമ്മുടെ ബോഡി അത് ടോക്സിക് ആക്കും. അപ്പൊ ടോക്സിസിറ്റി, അതുപോലെ തന്നെ ഹോസ്റ്റൈൽ ഇഫക്റ്റ്. എന്താണ് അർത്ഥം ഹോസ്റ്റൈൽ ഇഫക്റ്റ്? ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേഞ്ചറസ് കേട്ടോ, അങ്ങനത്തെ ഡേഞ്ചറസ്. ഓക്കെ, ഹോസ്റ്റൈൽ ഇഫക്റ്റ്. ഇതുപോലെ ടോക്സിക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വല്ല ഹോസ്റ്റൈൽ അല്ലെ, വളരെ ഗുരുതരമായിട്ടുള്ള പല അവസ്ഥകൾ വരാം. അതുപോലെ തന്നെ ഡ്രഗ് ഇന്ററാക്ഷൻസ്, മരുന്നുകളുടെ പ്രതിപ്രവർത്തനങ്ങൾ അല്ലെ. ഇപ്പൊ ചില ഒരേ സമയം കഴിക്കുന്ന 2-3 മരുന്നുകളുണ്ട്, അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന മരുന്നുകളാണെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു അല്ലെ, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ് ഇന്ററാക്ഷൻസ്, അതിനെ പറ്റിയൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സുമാർക്ക്, രോഗികൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം നൽകുന്നതിനായിട്ട് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കണം. അത് ആരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്, ഒരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പോയിന്റ്. ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ പേഷ്യന്റ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ്, പോസിബിൾ ആഫ്റ്റർ ഇഫക്റ്റ്, ടോക്സിസിറ്റി, ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് എക്സെട്ര. ക്ലിയർ. അടുത്തത്, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണത്. ഓക്കെ, അതായത് മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, അതൊരു ഇതായിട്ട് പറഞ്ഞത് മാത്രം മനസ്സിലായല്ലോ, പോയിന്റ് ക്ലിയർ ആയല്ലോ. മരുന്നുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, അവിടുത്തെ ഫാർമസിയാണ് അല്ലെ. അപ്പൊ അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പിന്നെ എന്താണ്, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട് കേട്ടോ. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്, അതായത് ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, പ്രോജക്റ്റുകള്, അതിലൊക്കെ പങ്കാളികളാവണം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോ പുതിയ പുതിയ റിസർച്ച് ട്രയൽസ് ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് പുതിയ പല മരുന്നുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, പുതിയ ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില കണ്ടന്റുകള് എന്താ പറയാ മോശമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പല റിസർച്ചിലൂടെയാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, പ്രത്യേകിച്ച് മരുന്നുകളുടെ കാര്യത്തില് ഇത്തരം റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ പങ്കാളികളാവുക എന്നുള്ളതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് കേട്ടോ. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്. ഇനി അടുത്തത് നോക്കിയേ, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ദ ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ ഫംഗ്ഷൻസിൽ പറഞ്ഞ അതേ പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകളെല്ലാം അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓക്കെ, അടുത്തത് എന്താണ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് നല്ല ഏകോപനത്തോടുകൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെ, നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. നമുക്കറിയാം, ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ അവിടെ പല പല മരുന്നുകൾ ഉണ്ടായിരിക്കും. ഒരു ഹോസ്പിറ്റലിലാണെങ്കിലോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ട മരുന്നുകളായിരിക്കും ഒരു പൾമണോളജി ഡിപ്പാർട്ട്മെന്റുകാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതാകെ നെഫ്രോളജി. അപ്പൊ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും
നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ളതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ടു ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് in keeping with the established policies of the hospitals. എന്താണ്? To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospitals. അതായത് ഒരു ഹോസ്പിറ്റലിന് അവരുടേതായ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അത് ഒരു ഹോസ്പിറ്റലിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സ്ഥാപനം ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരം പോളിസികൾക്ക് യാതൊരുവിധ കോട്ടം വരാത്ത രീതിയിൽ അവരുടെ പോളിസികൾ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ഫാർമസിയുടെ പോളിസി പ്രൊസീജിയറുകളൊക്കെ ഡിസൈൻ ചെയ്യാം അല്ലെ, രൂപകൽപ്പന ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അത് ഫുൾഫിൽ ചെയ്യാന്നുള്ളത് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. എപ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാവും. ഇനി ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അവർക്കും ഉണ്ടായിരിക്കും അവരുടേതായ പോളിസി പ്രൊസീജിയർ അല്ലെ. ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ ഉണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും ആത്യന്തികമായിട്ട് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ പോളിസി പ്രൊസീജിയറുകൾക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനോട് ഒത്തിണങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഫാർമസിയുടേതായ പോളിസി പ്രൊസീജിയറുകൾ ഡിസൈൻ ചെയ്ത് അത് കറക്റ്റായിട്ട് സംഘടിപ്പിച്ച് ഓർഗനൈസ് ചെയ്ത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതും ആരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്, ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അപ്പൊ ഏകദേശം ഇതും ഫംഗ്ഷനൊക്കെ കേൾക്കുമ്പോൾ ഒരുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പോയിന്റുകളായിട്ട് എഴുതി വെച്ചേക്കുന്നത് മാത്രം. ഓക്കെ, ലക്ഷ്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ശരിയായ മരുന്ന് ശരിയായ സമയത്ത് എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ എന്താണ്, ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ കുറെ കൂടെ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ മരുന്നുകളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യണം. പിന്നെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, രോഗികളായിക്കോട്ടെ, അവർക്ക് മരുന്നുകളെ പറ്റിയുള്ള എന്താ പറയാ അവരുടെ ക്വാളിറ്റി ആയിക്കോട്ടെ, അതിന്റെ ചെലവായിക്കോട്ടെ, മറ്റ് പാർശ്വഫലങ്ങളായിക്കോട്ടെ, അതിനെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം. അത് അങ്ങനെ ആ രീതിയിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവര് റിസർച്ച് പ്രോജക്റ്റുകളിൽ പങ്കാളിത്തം വഹിക്കണം. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രാവർത്തികമാക്കണം. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. ഇതൊക്കെയാണ് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡയാലിസിസ് പഠിച്ചപ്പോഴും ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നതുപോലെ ഇവിടെ നമ്മൾ പഠിക്കാണ് ഫാർമസിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ഫാർമസിക്ക് വേണ്ട അടിസ്ഥാനമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റാണ് ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. മാർക്ക് ചെയ്ത് വെക്കാട്ടോ. എവിടെയാണ് പറയുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോറിനാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിനായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ, ഐഡിയൽ ലൊക്കേഷൻ, ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ എപ്പോഴും ഒരു ഗ്രൗണ്ട് ഫ്ലോർ, നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോർ ആണ് ഗ്രൗണ്ട് ഫ്ലോർ, അതിന്റെ മുകളിലത്തെ നില അത് ഫസ്റ്റ് ഫ്ലോർ. എപ്പോഴും ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ, അവിടെ ആയിരിക്കണം ഫാർമസിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് വിട്ട് വേറൊരു ഫ്ലോറിലായിരിക്കില്ല കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, OP pharmacy should have a grand appearance and must have enough space patients who should wait for medicines. അതായത് ഒരു OP ഫാർമസിക്ക് ഒരു നല്ല അപ്പിയറൻസ്, ഗ്രാൻഡ് അപ്പിയറൻസ്, ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു നല്ല വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ ഗ്രാൻഡ് അപ്പിയറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, മസ്റ്റ് ഹാവ് ദ ഇനഫ് സ്പേസ് ദ പേഷ്യൻസ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിസിൻസ് അല്ലെ. അതെ അതെ. എന്താണ് OP ഫാർമസി? ഔട്ട് പേഷ്യന്റ് അല്ല, OP ഫാർമസി, ഔട്ട് പേഷ്യന്റ് ഫാർമസി. അതെ, ഔട്ട് പേഷ്യന്റ് ഫാർമസി ആണ് കേട്ടോ. അതാണ് ഔട്ട് പേഷ്യന്റ് ഫാർമസി എന്ന് പറയുന്നത്. എന്താണ്? ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ് ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് സ്പേസ് ദ പേഷ്യൻസ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിസിൻസ് അല്ലെ. മരുന്നുകൾക്കായിട്ട് വരുന്ന രോഗികൾക്ക് അവർക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യാനൊക്കെ രീതിയിൽ അത്യാവശ്യം വെയിറ്റിംഗ് ഏരിയ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ഒക്കെ എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്ക് മുന്നിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്?
മിക്കവരും അങ്ങനെയായിരിക്കും അല്ലെ, മിക്ക രീതിയിലും അങ്ങനെ തന്നെയായിരിക്കും മിക്ക ഹോസ്പിറ്റലിലും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ മാത്രമല്ല OPD വെയിറ്റിംഗ് റൂം ഷുഡ് ഗീവ് എ പ്രൊഫഷണൽ ലുക്ക്. ഇവിടെ OPD ഉദ്ദേശിക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. എന്താണ് OP ആൻഡ് IP ഫാർമസി സെപ്പറേറ്റ് ഉണ്ട്. സെപ്പറേറ്റ് ഉണ്ടാവും കേട്ടോ. ചില ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേ ഫാർമസിന്ന് തന്നെ വാർഡിലേക്ക് വിതരണം നടത്തുന്നുണ്ടാവും. ഒറ്റ ഫാർമസി ആണെങ്കിൽ നമ്മുടെ ഈ നഴ്സിംഗ് വാർഡ് ഉണ്ടല്ലോ, വാർഡിൽ ചെറിയൊരു ഫാർമസി ഉണ്ടായിരിക്കും ഇൻപേഷ്യന്റിനായിട്ട്. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു ഫാർമസി സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതുകൂടാണ്ട് നമ്മൾ അല്ലാത്ത ഔട്ട് പേഷ്യന്റ് ഫാർമസി സെറ്റപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം OPD വെയിറ്റിംഗ് റൂം. ഇവിടെ OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ന് എടുക്കണം കേട്ടോ, അങ്ങനെ വായിക്കണേ. ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് വെയിറ്റിംഗ് റൂം ഷുഡ് ഗീവ് എ പ്രൊഫഷണൽ ലുക്ക്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം, ഗ്രാൻഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ആളുകൾക്ക് അതിലും ഇരിക്കാൻ അത്യാവശ്യം വെയിറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഒരിക്കലും ഒരു എന്തനുഭവപ്പെടാൻ പാടില്ല, ഒരു ക്രൗഡ് അവിടെ ഫീൽ ചെയ്യാനായിട്ട് പാടില്ല, ആ രീതിയിലായിരിക്കണം. പിന്നെന്താണ്, there should be educative posters on health and hygiene and literature for reading. അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഫാർമസി ഉണ്ടല്ലോ, അവിടെ അതിന്റെ ചുമരിലൊക്കെ ആയിട്ട് ഇപ്പൊ ഹെൽത്ത് ആൻഡ് ഹൈജീനെ സംബന്ധിക്കുന്ന ചില പോസ്റ്ററുകള്, അതുപോലെ വായിക്കാൻ അത്യാവശ്യം ബുക്കുകള്, അതൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മളിപ്പോ ഹോസ്പിറ്റൽ ഫാർമസിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, ഹെൽത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ചില പ്രത്യേക ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്ററൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് അത് കൺവേ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ അത്യാവശ്യം വായിക്കാനൊക്കെ എന്തെങ്കിലും പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്, മനസ്സിലായില്ല? അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, suitable space must be given for regular manufacturing of stock solution, powders, ointments, etc. The manufacturing room should be near the pharmacy. എന്താണ് പറയുന്നത്? suitable space must be given for regular manufacturing of stock solution. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ചില മരുന്നുകൾ ഇപ്പൊ ലിക്വിഡ് ഫോമിലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലൊക്കെയുള്ള മരുന്നുകളാണ് നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കും ഫാർമസിക്കകത്ത്. എന്നിട്ട് അത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. എന്നിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടിയുള്ള സൊല്യൂഷൻ ആണ്. അത് ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കാം പിന്നീട് നമ്മൾ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അതിനെയാണ് ആ ഉണ്ടാക്കി വെക്കുന്ന സൊല്യൂഷൻ നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ എന്നാണ് പറയുക. ഓക്കെ, അതായത് നമുക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എളുപ്പം ഉപയോഗിക്കാൻ, എളുപ്പം ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക പ്രോസസ് ചെയ്യാൻ പാകത്തില് സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അതിന് പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. അത്തരത്തില് സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ടും അതുപോലെ പൗഡർ, ഓയിൽമെന്റ്സ്, മരുന്നുകൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു സ്യൂട്ടബിൾ സ്പേസ്, അതായത് ഒരു സെപ്പറേറ്റ് സ്പേസ് തന്നെ എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മാനുഫാക്ചറിംഗ് റൂം ഷുഡ് ബി നിയർ ദ ഫാർമസി. ഇനി അങ്ങനെയുള്ള മാനുഫാക്ചറിംഗ് റൂം എപ്പോഴും എന്തിന്റെ അടുത്തായിരിക്കണം? ഫാർമസിയുടെ അടുത്തായിരിക്കും. ഇപ്പൊ ഫാർമസി ഇവിടെ ഇരിക്കുന്നു, മാനുഫാക്ചറിംഗ് റൂം വേറെ ഏതോ സ്ഥലത്താണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എപ്പോഴും ഫാർമസിയോട് അടുത്തായിട്ടായിരിക്കണം ഇത്തരം മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സെപ്പറേറ്റ് മാനുഫാക്ചറിംഗ് റൂം ഉണ്ടാവണം കേട്ടോ. ഒരു സെപ്പറേറ്റ് സ്യൂട്ടബിൾ സ്പേസ് അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? നമ്മൾ പറയുന്നത് ഫാർമസിക്ക് വേണ്ട സൗകര്യങ്ങളാണ് കേട്ടോ. അത്യാവശ്യം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെന്താണ്? ഓഫീസ് ഓഫ് ദ ചീഫ് കേട്ടോ. ചീഫിന് ഓഫീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓഫീസ് ഓഫ് ദ ചീഫ് ഉണ്ടാവില്ല. ഇപ്പൊ ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അത്യാവശ്യം എൻ്റെ ഫാർമസിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ചീഫ് ഫാർമസിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഒരു സെപ്പറേറ്റ് ഓഫീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പാക്കേജിങ് ആൻഡ് ലാബലിംഗ് ഏരിയ കേട്ടോ. മരുന്നുകൾ പാക്ക് ചെയ്യാനും ലാബൽ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് ഈ ചാപ്റ്ററിന്റെ അവസാനം സ്റ്റോറേജ് ഓഫ് ഡ്രഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ മരുന്നുകളും എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ജനറൽ ഡ്രഗ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, നാർക്കോട്ടിക് ഡ്രഗ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം? കോൾഡ് സ്റ്റോറേജ് ആണ്. ആന്റിബയോട്ടിക്സ്, ചില സെറം, ഹോർമോൺസ്, വിറ്റമിൻസ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജിലാണ് വെക്കുക. ഓക്കെ, അതായത് അത്ര ടെമ്പറേച്ചർ വളരെ കുറച്ച് ഇതിലായിരിക്കും അത് സ്റ്റോർ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഒരു ഫാർമസിക്ക് ഉണ്ടായിരിക്കണം.
പാക്കേജിങ് ആൻഡ് ലാബലിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, ചീഫിന് ഒരു പ്രത്യേകം സ്പേസ് അല്ല ഒരു ഓഫീസ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് റിസർച്ച് വിങ് കേട്ടോ. നമ്മൾ ചെറിയ ഫാർമസി വെച്ചിട്ടല്ല ഈ പറഞ്ഞ, വലിയ ഫാർമസി വെച്ചിട്ട് പറഞ്ഞിട്ട് റിസർച്ച് വിങ് കേട്ടോ. അതായത് ഗവേഷണവുമായിട്ട് ബന്ധപ്പെടുന്ന അവർക്കായിട്ട് റിസർച്ച് വിങ് അതിനോട് ചേർന്നുണ്ടായിരിക്കണം. പിന്നെന്താണ് ഫാർമസി സ്റ്റോർ റൂം അല്ലെ, അത് ഉണ്ടാവുമല്ലോ. അതായത് ഫാർമസിയുടെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യേണ്ട സ്റ്റോർ റൂം ഉണ്ടായിരിക്കും. പിന്നെ ലൈബ്രറി പറയുന്നുണ്ട്. ലൈബ്രറി അതായത് അത് ഞാൻ പറഞ്ഞല്ലോ കുറേയും കൂടെ വളരെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫാർമസിയുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. ലൈബ്രറി അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫാർമസി എന്ന് പറയുന്ന എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഫാർമസി കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ലൈബ്രറി ഓക്കെ, അതിനോടനുബന്ധിച്ച് ലൈബ്രറി. പിന്നെന്താണ് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. ഇപ്പൊ നമുക്കറിയാം റേഡിയോ ഐസോട്ടോപ്സ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ മെഡിസിൻ, ഇതിനു വേണ്ടി നിങ്ങളുടെ മറ്റേ ഇതിൽ പഠിച്ചില്ലേ, ഡിപ്പാർട്ട്മെന്റ് ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചില്ലേ നിങ്ങൾ, ന്യൂക്ലിയർ മെഡിസിൻ. അപ്പൊ അത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ കൊബാൾട്ട് 60 പോലെയുള്ള മരുന്നുകളൊക്കെ ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ, അത്തരത്തിലുള്ള മരുന്നുകൾ സൂക്ഷിക്കാനും സ്റ്റോർ ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഏരിയ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, നോക്കൂ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. റേഡിയോ ഐസോട്ടോപ്പ് എന്താണ് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാല് an unsteady form of a chemical element that releases the radiation since it breaks down and becomes more stable. ഓക്കെ, എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? റേഡിയോ എന്ന് പറയുമ്പോൾ തന്നെ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നതാണ്, ആ പേരിൽ തന്നെ കിടപ്പുണ്ട്. റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് അല്ലെ. അതെന്ന് പറഞ്ഞ എന്താണ് അൺസ്റ്റഡി ആയിരിക്കും, അതായത് സ്ഥിരമല്ലാത്തത്. ഓക്കെ, സ്ഥിരമല്ലാത്ത ഒരു കെമിക്കൽ എലമെന്റ് ആണ്. അത് എപ്പോഴാണ് സ്ഥിരത വരുന്നത്? എപ്പോഴാണ് റേഡിയേഷൻസിനെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് അത് എന്താവും ബ്രേക്ക് ഡൗൺ ആവുന്നു. ഓക്കെ, എന്നിട്ടാണ് അത് കുറെ കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ബേസിക്കലി റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു അൺസ്റ്റേബിൾ മെറ്റീരിയൽ ആണ്. ഓക്കെ, അൺസ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റഡി ഫോം ഓഫ് കെമിക്കൽ എലമെന്റ് ആണ്. അത് എന്ത് ചെയ്യാണ്? റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റേബിൾ ഫോമിലോട്ട് മാറുകയാണ്. ഓക്കെ, മനസ്സിലായില്ല പറഞ്ഞത്? റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാല് എന്താണ് റേഡിയോ ഐസോട്ടോപ്പ്? നിങ്ങൾ ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചിരുന്നില്ലേ ഡിപ്പാർട്ട്മെന്റില്? ഓക്കെ, റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാല് an unsteady form of a chemical element. എന്താണ് അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ? എന്താ? അൺസ്റ്റേബിൾ ആണെന്ന്, സ്ഥിരമല്ലാത്തതാണ്, കെമിക്കൽ എലമെന്റ് ആണ്. ഓക്കെ, സ്ഥിരമല്ലാത്ത അതെന്ന് പറയുമ്പോൾ അതിനങ്ങനെ സ്വയം നിലനിൽക്കാൻ കഴിയില്ല. ഓക്കെ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എലമെന്റ് ആണ്. അത് സ്റ്റേബിൾ ആവും. എപ്പോഴാണ് അത് സ്റ്റേബിൾ ആവണമെന്ന് അറിയാമോ? അത് റേഡിയേഷൻസിനെ പുറപ്പെടുവിക്കും. റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താ? വികിരണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം റേഡിയേഷൻസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്തുകൊണ്ട് അതെന്ത് ആവാണ്? ബ്രേക്ക് ഡൗൺ ആവാണ്, പൊട്ടി ചെറുതായി, പിന്നെ അത് സ്റ്റേബിൾ ഫോമിലോട്ട് മാറും. ഓക്കെ, കുറെ കൂടി സ്ഥിരമായിട്ടുള്ള ഒരു ഫോമിലോട്ട് അത് മാറും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, an unsteady form of a chemical element that releases radiation since it break down and become more stable. പിന്നീട് അങ്ങനെ ഒരു സ്ഥിരതയുള്ള എലമെന്റ് ആയിട്ട് അത് മാറാണ്. ഓക്കെ, ഇനി നോക്കൂ, ഇൻ മെഡിസിൻ they are used in imaging test and in treatment. നിങ്ങൾ പഠിച്ചിട്ടാണ്, ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ച പോയിന്റ് ആണത് അല്ലെ. മെഡിസിനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഇമേജിംഗ് ടൂൾസ് ആയിട്ട്, ഇമേജിംഗ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, പിന്നെന്താണ്? All radioactive isotopes should be stored in a secure or when they are not in use. അപ്പൊ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് സാധാരണ മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന പോലെ എല്ലാത്തിന്റെ കൂടെ ഒരുമിച്ചൊന്നും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം വളരെ എന്താ പറയാ, വളരെ സെക്യൂർഡ് ആയിട്ട് ഉപയോഗിക്കേണ്ട മരുന്നുകളാണ്, വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ട മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ എപ്പോഴും നമ്മൾ ഒരു സെക്യൂർഡ് പ്ലേസിലായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? സ്റ്റോർ ചെയ്യേണ്ടത്. വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്, ഉപയോഗിക്കാത്ത സമയത്ത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മളത് സ്റ്റോർ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റോറിംഗ് റൂം തന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ ലബോറട്ടറി, ലാബിലാണ് അത് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ the lab must be locked when they are not in use.
അല്ലെ? അപ്പൊ നമ്മൾ ലാബിലാണ് അത്തരം മരുന്നുകൾ അല്ലെങ്കിൽ അത്തരം റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ലാബ് നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കണം, അല്ലെ? വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്, ഉപയോഗിക്കാത്ത സമയത്ത് ലോക്ക് ചെയ്ത് വെക്കണം. ഇഫ് ദ ഐസോടോപ്പ് ഈസ് സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് ഓർ ഫ്രീസേഴ്സ് ഇൻ എ ലാബ് ഓർ ഹാൾവേ, എന്താണ് സെക്യൂർ ഏരിയ എന്നല്ലേ വരുന്നത്? അതെ, സെക്യൂർ ആണ് കേട്ടോ. സ്റ്റോർ ഇൻ എ സെക്യൂർ, ഓക്കെ. സെക്യൂർ എന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട്, ഓക്കെ, സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്, അത് ഉപയോഗിക്കാത്ത സമയത്ത് വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്താണ് ബുക്കിൽ എന്തായിരുന്നു? പിന്നെ നോക്കാം, ഐസോടോപ്പ് ഈസ് സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് ഓർ ഫ്രീസേഴ്സ് ഇൻ എ ലാബ് ഓർ ഹാൾവേ. ഇനിയിപ്പോ നമ്മളൊരു ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ആണ് റേഡിയോ ഐസോടോപ്പ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ റെഫ്രിജറേറ്റർ ഓർ ഫ്രീസർ മസ്റ്റ് ബി ലോക്ക്. റെഫ്രിജറേറ്റർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലോക്ക് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമ്മുടെ ടൈം ഏകദേശം കഴിയാണ്. അപ്പൊ ഇത്രയും ഇനി ഉണ്ട് കേട്ടോ, നമുക്ക് പറയാനുണ്ട് എക്യുപ്മെന്റ്സ്. എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കുന്നത്? ഇത് എളുപ്പമാണ് കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഫാർമസി എന്താന്ന് പറഞ്ഞു, മനസ്സിലായല്ലോ? ഫാർമസി എന്താണ്, അതുപോലെ ഫാർമസിസ്റ്റ് ആരാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് കണ്ടു. ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള്, അതുപോലെ തന്നെ ഒരു ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം, ഞാൻ പറഞ്ഞ ഇവിടെ സെക്യൂർ ഏരിയ എന്നല്ലേ, ഇവിടെ 6 എന്നാ കൊടുത്തേക്കുന്നത്. സെക്യൂർഡ് ഏരിയ എന്നാണോ കൊടുത്തിരിക്കുന്നത്? നോട്ട്ബുക്കിൽ 6 എന്നാ കൊടുത്തേക്കുന്നത്. ഓക്കെ അതങ്ങനെ ചെയ്തോളൂ. സ്റ്റോറിന്റെ സെക്യൂർഡ് ഏരിയ അപ്പോഴും കറക്റ്റ് സെക്യൂർഡ് ഏരിയ എന്നാക്കിക്കോളൂ കേട്ടോ. സെക്യൂർഡ്, കാരണം PDF-നകത്ത് സെക്യൂർ എന്നാണ് ഇതിന്റെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സെക്യൂർഡ് ഏരിയ എന്നിട്ടോളൂ കേട്ടോ. സെക്യൂർഡ് ഏരിയ ആക്കിക്കോ. ശരി, കുഴപ്പമില്ല. ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയിസൺ ആവാന്നുള്ള അർത്ഥമാണ് കേട്ടോ. പോയിസൺ ആവാം. ഇവിടെ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് എന്താ വിഷം കഴിച്ചിട്ടല്ല, മരുന്നുകൾ ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോ മരുന്ന് ചിലവര് വല്ല ഉറക്കുകുളിയൊക്കെ കുറെ എടുത്ത് അങ്ങനെ കഴിക്കൂലേ, അപ്പൊ എന്താവും? ടോക്സിക് ആവും. മനസ്സിലായോ? അതാണ് കേട്ടോ ടോക്സിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. മരുന്നുകൾ ഓവർഡോസ് ആയിക്കഴിഞ്ഞാല് നമ്മുടെ ബോഡി ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു മാഡം.